നെടുമങ്ങാട് നഗരസഭയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പോർട്ടബിൾ ABC യൂണിറ്റ് സ്ഥാപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. നഗരസഭയുടെ പാർക്കിംഗ് യാർഡിൽ സ്ഥാപിക്കാനായി എത്തിച്ചപ്പോഴായിരുന്നു പ്രതിഷേധമുണ്ടായത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കും സ്കൂളിനും സമീപം സ്ഥാപിക്കുന്നതിനാണ് എതിർപ്പുള്ളത്. പ്രതിഷേധം രൂപപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി നമ്മൾ കേട്ട ശേഷം വിവരങ്ങൾ തേടാം. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, നെടുമങ്ങാട് നഗരസഭയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പോർട്ടബിൾ ABC യൂണിറ്റ് വരാനുള്ള നീക്കങ്ങൾ, അതിനുള്ള ചുവടുവയ്പ്പുകൾ. ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എതിർസ്വരം ഉയരുന്നത് എങ്ങനെയാണ്? എത്ര വീടുകൾ ഈ മേഖലയിലുണ്ട്? പ്രജീഷ്, ഈ പോർട്ടബിൾ ABC കേന്ദ്രം ഇത് വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് നഗരസഭയിൽ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് പാർക്കിംഗ് മേഖലയിൽ ഇത് എത്തിച്ചത്. അങ്ങനെ എത്തിച്ച സമയത്ത് നാട്ടുകാർ പ്രതിഷേധവുമായി, സ്ത്രീകളടക്കമുള്ളവർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ഇതിന് പ്രധാന കാരണം ഇത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പിൻഭാഗത്തും അതുപോലെ തന്നെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൻ്റെ പിൻഭാഗത്ത് വരുന്ന ജനവാസ കേന്ദ്രമാണ്. അവിടെ ഇത് സ്ഥാപിക്കുന്നത് നായശല്യം ഉണ്ടാക്കുമെന്ന അത് തന്നെയായിരുന്നു ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം. പക്ഷേ ഈ മൃഗസംരക്ഷണ വകുപ്പ് ഈ പൈലറ്റ് പദ്ധതിയായി ഈ പോർട്ടബിൾ ABC കേന്ദ്രം അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ 39 മുനിസിപ്പാലിറ്റി വാർഡുകളിലെയും നായ്ക്കളെ പിടികൂടി ഒരു 30 മുതൽ 40 ദിവസം വരെ വന്ധ്യംകരണം നടത്തി അതിനെ അവിടെ പരിപാലിച്ച് അതിനുശേഷം അതാത് വാർഡുകളിൽ വിടുക എന്ന ഉദ്ദേശത്തോടെയാണ്. അതായത് ഒരു സ്ഥിരം സംവിധാനമായിട്ടല്ല ഈ പോർട്ടബിൾ ABC കേന്ദ്രം അവിടെ പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് ഈ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാരുടെ പ്രതികരണം കൂടി കേൾക്കാം. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന നായ്ക്കളെ ആ പിടിക്കുന്ന സ്ഥലം നമ്മൾ ജിയോ ടാഗ് ചെയ്യും. ആ ജിയോ ടാഗ് ചെയ്ത സ്ഥലത്തു നിന്ന് എത്ര നായ്ക്കളെയാണോ പിടിച്ചതെന്ന് അതിൽ രേഖപ്പെടുത്തുകയും ഇവിടെ കൊണ്ടുവന്ന് അതിനെ സർജറി ചെയ്തതിനു ശേഷം 4 ദിവസം വരെ അതിനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ പാർപ്പിച്ച് അതിൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങി അത് നല്ല സ്മാർട്ടായതിനു ശേഷം എവിടെയാണോ പിടിച്ചത് ആ സ്ഥലത്ത് തന്നെയായിരിക്കും ഇതിനെ തിരിച്ചുകൊണ്ട് വിടുന്നത്. അല്ലാതെ ഒരു നായ്ക്കളെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ സർജറി നടത്തുന്ന സ്ഥലത്ത് ഉപേക്ഷിക്കില്ല. കാരണം ഈ നായ്ക്കളെ പിടിച്ച സ്ഥലത്ത് തന്നെ തിരിച്ചിട്ടില്ല എങ്കിൽ അവർ സർവൈവ് ചെയ്തില്ല. അതിന് പുറമെ ഈ എവിടെയാണോ പിടിച്ചത് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ അവരുടെ ഡിഫൻസീവ് മെക്കാനിസം വർക്കൗട്ട് ചെയ്യും. കാര്യം വെച്ചാൽ ആ ഭാഗത്തേക്ക് മറ്റ് സ്ഥലത്തുനിന്ന് പുതിയ തെരുവ് വരുന്നത് ആരുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ അധികാരികളൊക്കെ തന്നെ ആളുകളോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശങ്കയുണ്ട്. അത് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെയാണ്, കാരണം സർജറി നടത്തിയ നായ്ക്കളെ എവിടേക്ക് വിടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വിശ്വാസത്തിൽ എടുക്കാൻ തയ്യാറാകാത്തത് നാട്ടുകാർ എന്തുകൊണ്ടാണ്? നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. ഏറ്റവും പ്രധാനമായും സർക്കാർ ഉന്നയിക്കുന്നത് ഈ ABC കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനും അതുപോലെ തന്നെ ഷെൽട്ടർ ഹോമുകൾ നടത്തുന്നതിനും എല്ലാം തന്നെ തടസ്സം പ്രാദേശികമായ എതിർപ്പ് തന്നെയാണ്. ഇവിടെയും ഈ പോർട്ടബിൾ ABC കേന്ദ്രം ആയി എത്തിയപ്പോൾ ഈ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും ഇത് സ്ഥിരമായി അവിടെ ഉണ്ടാകില്ല. അതായത് ഈ നായ്ക്കളെ അവിടെ ഉപേക്ഷിക്കില്ല. എവിടെ നിന്നാണോ ഈ നായ്ക്കളെ, ഏത് വാർഡിൽ നിന്നാണോ പിടികൂടുന്നത്, വന്ധ്യീകരണത്തിന് ശേഷം അവിടെ തന്നെ കൊണ്ടുപോയി വിടും എന്ന ഉറപ്പ് ഈ പ്രതിഷേധിച്ചെത്തിയവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഈ പ്രതിഷേധം അവസാനിച്ചത്. എന്തായാലും ഇപ്പോൾ നിലവിൽ സംഘർഷങ്ങളൊന്നും തന്നെയില്ല.